പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ആശ്രയമീശോവിൽ ഇന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ആശ്വാസമെന്നിൽ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ കൂരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കൂരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരിരും പാണിയൻ പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 ഡിസംബർ മാസം 17-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. സഹായമില്ലാത്തവനെ ദൈവം സഹായിക്കും. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങളിലേക്ക്. അവൻ കിടക്കുന്നത് യേശു കണ്ടു, ഇങ്ങനെ ഏറിയ കാലമായി എന്ന് അറിഞ്ഞ് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. 7-ാമത്തെ വാക്യം, രോഗി അവനോട്, യജമാനനെ, വെള്ളം കലക്കുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ നാം കേട്ട വചനചിന്ത എന്ന് പറയുന്നത് ആരും സഹായമില്ലാത്തവർക്ക് ദൈവം സഹായമെന്നുള്ളതാണ്. വചനം വായിച്ചു കേട്ടത് നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ ഏറിയ കാലമായി ആ കുളക്കടവിൽ ഒരു സൗഖ്യമില്ലാതെ കിടക്കുന്ന മനുഷ്യൻ, ആ വ്യക്തിയെ യേശു കാണുകയാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഈ വചന സന്ദേശം ഈ പ്രഭാതത്തിൽ നിങ്ങൾ കേൾക്കുമ്പോൾ എന്നെയും യേശു കണ്ടിട്ടുണ്ട്? ഒരുപക്ഷെ ഒരു വാക്ക് പോലും സഹായമില്ലാത്ത അനേകരായിരിക്കാം ഇന്ന് കേൾക്കുന്നത്. 1000 പ്രതിസന്ധിയിൽ നിൽക്കുന്നവർക്ക് ഏറ്റവും ബലമാണ് ഞാൻ കൂടെയുണ്ട്, ഞാൻ സഹായിക്കാമെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വാക്ക്. അതിനേക്കാൾ വലിപ്പത്തിൽ ഞാൻ നിങ്ങളോട് വിളിച്ച് പറയാം, 1000 പേര് ഒരു സ്ഥലത്ത് കൂടി നിൽക്കുമ്പോൾ എല്ലാവരുടെയും പേരോ എല്ലാവരെയും ഒരുമിച്ച് കാണാനോ മനുഷ്യന് കഴിയത്തില്ല. എന്നാൽ നിങ്ങൾ വിളിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത, നിങ്ങളുടെ ഉള്ളിലെ ഞരക്കം പോലും അറിയാവുന്നവനാണ് എൻ്റെ ദൈവം. ആ ദൈവം ഇതായി കുളക്കടവിൽ കിടക്കുന്നവനെ ഏറിയ നാളായി എങ്ങനെ കിടക്കുന്നു എന്ന് കണ്ടിട്ട് അവൻ്റെ അടുക്കലോട്ട് വരികയാണ്. അവൻ്റെ അടുക്കൽ വന്ന് യേശു അവനോട് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ വ്യക്തി പറഞ്ഞ ചിന്തയാണ് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ആ വെള്ളം കലങ്ങുന്ന സമയത്ത് ആ വെള്ളത്തിലോട്ട് ഇറക്കുവാൻ എന്നെ സഹായിക്കാൻ ആരുമില്ല. ആ വ്യക്തി പറഞ്ഞ പദം നിങ്ങൾക്ക് മനസ്സിലായോ? ആ കുളക്കടവിൽ അനേകരുണ്ട്, നാനാവ്യാധി പിടിച്ച അനേകരുണ്ട്. അവരെയെല്ലാം പലവരും സഹായിച്ചു കൊണ്ടാണ് അവർ ആദ്യം ആ കുളത്തിൽ ഇറങ്ങുന്നത്. പക്ഷേ ഈ വ്യക്തി യേശുവിനോട് ഹല്ലേലൂയ ഹൃദയം നുറുക്കത്തോടെ വളരെ തകർന്ന അനുഭവത്തിൽ പറയുക, എന്നെ മാത്രം സഹായിക്കാൻ ആരുമില്ല. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവരെ, നിങ്ങളെ ആ കടബാധ്യതയിൽ, നിങ്ങളുടെ ആ തകർച്ചയിൽ, നിങ്ങളുടെ ആ കുടുംബ വിഷമത്തിൻ്റെ നടുവിൽ, ആ രോഗത്തിൻ്റെ അനുഭവത്തിൽ ഒരാൾ പോലും ആശ്വാസവാക്ക് പറയാനില്ലെങ്കിൽ നിങ്ങൾ നോക്കേ, യേശുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഹല്ലേലൂയ, യേശു നിന്നോട് ചോദ്യം ചോദിക്കുന്നവനല്ല, യേശു നിൻ്റെ ആൻസറാണ്. വിശ്വസിക്കാമോ? ഹല്ലേലൂയ. മനുഷ്യർ പലരും വന്ന് നമ്മോട് ചോദിക്കുന്നത്, എന്തോ ഇങ്ങനെ, എപ്പോഴാണ് ഈ സംഭവിച്ചത്, എങ്ങനെ ആവും,
ഇങ്ങനെയുള്ള നൂറുകണക്കിന് കുത്തുന്ന വാക്കുകളായിരിക്കാം മനുഷ്യർ ചോദിക്കുന്നത്. പക്ഷേ യേശുവിൻ്റെ പ്രത്യേകത, ഹല്ലേലൂയ, യേശു ചോദിക്കുകയാണ്, നിനക്ക് മനസ്സുണ്ടോ? യേശുവിനോട് ആ മനുഷ്യൻ തിരിച്ചു മറുപടി പറയുന്നത്, എന്നെ സഹായിക്കാൻ മാത്രം ആരുമില്ല. ഈ പ്രഭാതത്തിൽ അങ്ങനെ വിശ്വസിക്കുന്ന നിന്നെ സഹായിക്കുവാൻ ആണിപ്പാടുള്ള കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. എൻ്റെ കൂടെ ഒന്ന് വിശ്വസിക്കാമോ? ഇന്ന് നീ കുളത്തിലൊന്നും ഇറങ്ങേണ്ട ആവശ്യമില്ല. ഇനി നീ ബന്ധപ്പെടേണ്ട ആവശ്യമില്ല. അവൻ്റെ വാക്കുകൾ നിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോവുകയാണ്. വർഷങ്ങൾ കാണാത്ത, വർഷങ്ങൾ കേൾക്കാത്ത ഒരത്ഭുതം ഇപ്പോൾ നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരും. ഇതുവരെയും ബാക്കി എല്ലാവരും കഴിവിൽ വിടുതൽ നേടിയവരാ. ഇതുവരെയും ബാക്കിയുള്ളവരെല്ലാം ബലത്തിൽ വിടുതൽ നേടിയവരാ. ഹല്ലേലൂയ, മസിൽ പവറിൽ വിടുതൽ നേടിയവരാ. പക്ഷേ ഈ വ്യക്തിയെ യേശുവിൻ്റെ വാക്കുകൾ എഴുന്നേൽപ്പിക്കുക. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിൻ്റെ 1000 പ്രതികൂലത്തിൻ്റെ 1000 പ്രതിസന്ധിയുടെ നടുവിൽ യേശുവിൻ്റെ ഒരു വാക്ക് ഇപ്പോൾ വെളിപ്പെട്ട് വരികയാണ്. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു മീനെപ്പോലും കിട്ടാത്ത പത്രോസ് തകർച്ചയിൽ നിൽക്കുമ്പോൾ ഇതാ വചനം വിളിച്ചു പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ആ വെളുപ്പിനെ വല കഴുകി ജീവിതത്തിൽ ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരാശനായി നിൽക്കുന്ന പത്രോസിനോട് പറയുക, ആഴത്തിൽ നീട്ടി വലയിറക്കുക. ഹല്ലേലൂയ. ആ വാക്കുകൾക്ക് പത്രോസിൻ്റെ വിഷമത്തെ, വേദനയെ, നിരാശയെ, ഒറ്റപ്പെടുത്തലിനെ മാറ്റി ആ ദേശത്തിലൊരു അനുഗ്രഹമാക്കാൻ പറ്റുമെങ്കിൽ, കൂടെ വന്നവർക്കൊരു അനുഗ്രഹമാക്കാൻ പറ്റുമെങ്കിൽ, ഈ പ്രഭാതത്തിൽ വിശ്വസിച്ചോ, ആരും സഹായമില്ലാത്തവന് യേശു സഹായമായി മാറുകയാണ്. സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കണ്ണുകൾ അടച്ച്, കർത്താവേ, ഈ മെസ്സേജ് എൻ്റെ വിടുതലാണെന്ന് പറഞ്ഞാട്ടെ. കർത്താവ് നിന്നെ തൊടാൻ പോകുകയാണ്. കർത്താവിൻ്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുന്നു. എങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ പ്രഭാതം ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കരം നീട്ടുന്ന ദിവസമാണ്. ഞാൻ വിശ്വസിക്കുന്നപ്പാ, മാസങ്ങൾ വെയിറ്റ് ചെയ്തത് അങ്ങയുടെ കരത്താൽ അത്ഭുതമാകാൻ പോവുകയാണ്. യേശു ഇന്നൊരു അത്ഭുതം ഈ മക്കൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ചെയ്തതിനായി നന്ദി. കർത്താവിൻ്റെ കരം വെളിപ്പെട്ടതിനായി സ്തോത്രം. ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ ഞാനൊരു കാര്യം വ്യക്തമായി ഓർപ്പിക്കുകയാണ്, നിങ്ങൾ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങളും ജോയിൻ ചെയ്യണമേ. നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാട്ടെ. കർത്താവിൻ്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. എങ്കിൽ അടുത്ത ദിവസം കാണുമ്പോഴേയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.